ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു കിഡിലൻ ഇഫ്താർ സ്നാക്കാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇത് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്ത നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ടൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം കൂടെ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സവോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഒരുപാട് സവോളയൊന്നും ആവശ്യമില്ല. ഒരൊറ്റ സവോള മാത്രം മതി കേട്ടോ. ഈ ഒരു സവോള ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവോളയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മാവിലേക്ക് വേറെയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മാത്രം മതി. ഇതിലേക്ക് വേറെ ഒരുപാട് മുളക് പൊടിയോ അങ്ങനെ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ബീഫ് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു വാടി വന്ന സവോളയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പലഹാരത്തിലേക്ക് സവോളയിലേറെ കൂടുതലായിട്ട് ഈ ബീഫോ ചിക്കനോ അതൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സവോളയും ബീഫൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അതല്ലെങ്കിൽ മല്ലിയിലയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടി ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ഫോർക്കോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മൈദപ്പൊടി കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ട നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മസാല മുഴുവനായിട്ടും ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇറച്ചി വേവിച്ചപ്പോൾ തന്നെ അത്യാവശ്യം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് പിന്നെ ചേർത്ത് കൊടുക്കാതിരുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. ഒരു സ്പൂണോ സ്പാച്ചിലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഇതിനിവിടെ വെന്ത് കിട്ടിയത്. അപ്പോൾ ഇത് കാണുമ്പോൾ വേവാത്ത പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതിങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കണം. അപ്പോൾ ആ ഒരു പാനിൽ ഒരല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മൊരിപ്പിച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്